ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റ ഗ്രൂപ്പ് സത്യസന്ധതയ്ക്കും മൂല്യങ്ങൾക്കും ലോകമെമ്പാടും പേരുകേട്ട ഒരു പ്രസ്ഥാനം. എന്നാൽ ആ ടാറ്റയുടെ തണലിൽ പ്രവർത്തിക്കുന്ന TCSന്റെ ഒരു ഓഫീസ് മുറിക്കുള്ളിൽ കഴിഞ്ഞ 4 വർഷമായി അരങ്ങേറിയത് ഒരു സിനിമാ കഥയെ പോലും തോൽപ്പിക്കുന്ന ക്രൂരതകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സാധാരണക്കാരന്റെ സ്വപ്നമായ ഒരു IT ജോലിക്ക് പിന്നിൽ ഇത്രയും വലിയൊരു ചതിക്കുഴി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? നിതാ ഖാൻ ഈ പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. ആരാണ് ഈ നിതാ ഖാൻ? ഒരു സാധാരണ പ്രോസസ് അസോസിയേറ്റിൽ നിന്നും കമ്പനിയെ മൊത്തം നിയന്ത്രിക്കുന്ന നിലയിലേക്ക് ഇവർ വളർന്നത് എങ്ങനെയാണ്? ലൈംഗിക പീഡനം ഒരു ആയുധമാക്കി മാറ്റി, സഹപ്രവർത്തകരെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് മേൽ മാനസികാധിപത്യം സ്ഥാപിക്കുകയും ചെയ്ത ഒരു വലിയ റാക്കറ്റ് തന്നെ TCS നാസിക് ശാഖയിൽ പ്രവർത്തിച്ചിരുന്നു. 8 യുവതികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്ന ആ നടുക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരൻ പോലും ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇന്ത്യയിലെ IT മേഖലയെ ഒന്നടങ്കം ഭയപ്പെടുത്തുന്ന ആ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മഹാരാഷ്ട്രയിലെ നാസിക് സുന്ദരമായ കാലാവസ്ഥയും IT ഹബ്ബുകളും കൊണ്ട് ശ്രദ്ധേയമായ നഗരം. ഇവിടെയാണ് TCSന്റെ വലിയൊരു യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. 100 കണക്കിന് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഈ ഓഫീസിൽ നിന്നാണ് 2026 തുടക്കത്തിൽ ആ ഞെട്ടിക്കുന്ന പരാതി പുറത്തു വരുന്നത്. 2022 മുതൽ 26 വരെയുള്ള കാലയളവ്, അതായത് ഏകദേശം 4 വർഷത്തിലധികം നീണ്ടുനിന്ന പീഡന പരമ്പരകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു സാധാരണ പ്രണയ നൈരാശ്യമോ വ്യക്തിപരമായ തകർച്ചയോ ആയിരുന്നില്ല, മറിച്ച് വളരെ ആസൂത്രിതമായ ഒരു വേട്ടയാടലായിരുന്നു അവിടെ നടന്നത്. ഡാനിഷ് ഷെയ്ഖ് എന്ന ജീവനക്കാരനും അയാളുടെ സഹോദരിയായ നിതാ ഖാനും ചേർന്ന് നെയ്തെടുത്ത ഒരു ചതിയുടെ വലയിൽ വീണുപോയത് നിരവധി ജീവിതങ്ങളാണ്. എല്ലാം തുടങ്ങിയത് ഒരൊറ്റ യുവതിയുടെ ധീരമായ പരാതിയിൽ നിന്നായിരുന്നു. ഈ കേസിലെ 1-ാം പ്രതി ഡാനിഷ് ഷെയ്ഖ് TCSലെ ഒരു സാധാരണ ജീവനക്കാരൻ. ഓഫീസിലെ ഒരു സഹപ്രവർത്തകയുമായി ഇയാൾ പ്രണയത്തിലായിരുന്നു. താൻ അവിവാഹിതനാണെന്നും വീട്ടുകാർ സമ്മതിച്ചാൽ ഉടൻ തന്നെ വിവാഹം കഴിക്കാമെന്നും അയാൾ ആ യുവതിയെ വിശ്വസിപ്പിച്ചു. എന്നാൽ സത്യത്തിൽ ഡാനിഷ് ഷെയ്ഖ് അക്കാലത്ത് വിവാഹിതനായിരുന്നു. ഈ സത്യം മറച്ചുവെച്ചുകൊണ്ട് അയാൾ ആ യുവതിയുമായി ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടു. ഒരു കോർപ്പറേറ്റ് സംസ്കാരത്തിൽ വിശ്വസിച്ചിരുന്ന ആ യുവതിക്ക് ഒരിക്കലും സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡാനിഷ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഇതിനിടയിലാണ് ഡാനിഷിന്റെ സഹോദരിയായ നിതാ ഖാൻ ഈ പ്രണയകഥയിലേക്ക് കടന്നു വരുന്നത്. വെറും ഒരു സഹോദരി എന്നതിലെല്ലാം ഉപരി ഡാനിഷിന്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്നത് നിതയായിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പ്രകാരം നിതാ ഖാൻ TCSലെ HR മാനേജറാണ്. ഒരു HR മാനേജർ പദവി ദുരുപയോഗം ചെയ്താണ് ഇവരെല്ലാം ചെയ്തതെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ TCS ഈ വാർത്ത ഔദ്യോഗികമായി നിഷേധിച്ചു. നിതാ ഖാൻ ഒരു പ്രോസസ് അസോസിയേറ്റ് മാത്രമാണ് എന്നാണ് കമ്പനിയുടെ വിശദീകരണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു പ്രോസസ് അസോസിയേറ്റ് എന്നാൽ കമ്പനിയിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനോ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതിനോ അധികാരമുള്ള ആളല്ല. എന്നിട്ടും 8 യുവതികൾ പറയുന്നത് നിത തങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നാണ്. തങ്ങൾക്ക് ജോലി നഷ്ടമാകുമെന്നും കരിയർ നശിപ്പിക്കുമെന്നും പറഞ്ഞ് നിത അവരെ പേടിപ്പിച്ചിരുന്നു. HR വിഭാഗത്തിലെ ഉന്നതരുമായി നിതയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് ഇരകൾ ആരോപിക്കുന്നുണ്ട്. ഇത് ശരിയാണെങ്കിൽ TCSന്റെ ഇന്റേണൽ സിസ്റ്റം എത്രത്തോളം പരാജയമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. ഈ കേസിലെ ഏറ്റവും വിവാദപരമായ വശം ഇതിലെ മതപരമായ ഇടപെടലുകളാണ്. പരാതി നൽകിയ യുവതിയെ മതം മാറാൻ നിതാ ഖാൻ നിരന്തരം നിർബന്ധിക്കുമായിരുന്നു എന്ന് പോലീസ് FIRൽ പറയുന്നുണ്ട്. ഡാനിഷ് ഷെയ്ഖിനെ വിവാഹം കഴിക്കണമെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നായിരുന്നു നിതയുടെ ആവശ്യം. ഇരയുടെ മതത്തെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുക, ഹൈന്ദവ ആചാരങ്ങളെ അധിക്ഷേപിക്കുക, മതം മാറിയാൽ മാത്രമേ ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്ന് വിശ്വസിപ്പിക്കുക തുടങ്ങി ക്രൂരമായ മാനസിക പീഡനങ്ങളാണ് നിത അഴിച്ചുവിട്ടത്. ഡാനിഷ് വിവാഹിതനാണെന്ന സത്യം നിതയ്ക്കും തൗസിഫ് അക്തർ എന്ന മറ്റൊരു പ്രതിക്കും അറിയാമായിരുന്നു. എന്നിട്ടും അവർ ആ യുവതിയെ ചതിയുടെ മുമ്പിൽ നിർത്തി. മതം മാറ്റത്തിന് തയ്യാറാകാത്ത പക്ഷം അവളെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആദ്യത്തെ യുവതി പോലീസിൽ പരാതി നൽകിയതോടെ നാസിക്കിലെ IT മേഖല സ്തംഭിച്ചുപോയി. എന്നാൽ അത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമായിരുന്നു. ആ പരാതിക്ക് പിന്നാലെ മറ്റ്7 യുവതികൾ കൂടി പോലീസിനെ സമീപിച്ചു. തങ്ങൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായതായി അവർ വെളിപ്പെടുത്തി. ഈ 7 പേരും പറഞ്ഞത് ഏതാണ്ട് ഒരേ കാര്യങ്ങളാണ് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഓഫീസിലെ സീനിയർ ഉദ്യോഗസ്ഥർ തങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. HR വിഭാഗത്തിന് പരാതി നൽകിയപ്പോൾ അവർ അത് തള്ളിക്കളഞ്ഞു. നിതാ ഖാൻ തങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തി. 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ ഈ 8 പേരും നരകയാതനയാണ് അനുഭവിച്ചത്. ഒരു ഓഫീസിനുള്ളിൽ ഇത്രയേറെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടും കമ്പനിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതോ അവർ ബോധപൂർവം കണ്ണടച്ചതാണോ?
ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആസ്തി വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാദം ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇത് ഗൗരവകരമായ വിഷയമാണെന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചു. തുടർന്ന് TCS ഒരു സ്വതന്ത്ര അന്വേഷണ സമിതിയെ നിയോഗിച്ചു. ഈ സമിതിയുടെ അധ്യക്ഷൻ കമ്പനി ബോർഡിലെ സ്വതന്ത്ര ഡയറക്ടറായ KE മിശ്രയാണ്. ധനകാര്യ മേഖലയിലെ അധികായനായ അദ്ദേഹം ഈ കേസ് വളരെ സൂക്ഷ്മമായാണ് പരിശോധിക്കുന്നത്. എന്നാൽ കമ്പനിയുടെ പ്രാഥമിക അവലോകനത്തിൽ പറയുന്നത് മറ്റൊന്നാണ്. നാസിക് യൂണിറ്റിലെ രേഖകളിൽ ഒരിടത്തും ഇത്തരം പരാതികൾ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി പറയുന്നത്. ഇവിടെയാണ് വലിയൊരു വൈരുദ്ധ്യമുള്ളത്. ഇരകൾ പറയുന്നത് തങ്ങൾ HR-നെ സമീപിച്ചു എന്നാണ്. കമ്പനി പറയുന്നു തങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന്. ഇതിന്റെ അർത്ഥം HR വിഭാഗം ആ പരാതികൾ മുക്കിയോ എന്നാണ്. അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഇതിനെ പറ്റിയാണ്. നാസിക് പോലീസിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ച് ഈ കേസ് വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകം 6 പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും അവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ കേസിലെ ഏറ്റവും പ്രധാന കണ്ണിയായ നിതാ ഖാൻ ഇപ്പോഴും ഒളിവിലാണ്. അവർ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുപോലെ തന്നെ ഈ കേസ് ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത്, തെളിവുകളടക്കം ശേഖരിച്ചത് 9 സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അറസ്റ്റിലായ ഇവരിൽ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടോ എന്നത് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇരകളുടെ മൊഴി പ്രകാരം പല ഉന്നതർക്കും ഇതിൽ പങ്കുണ്ട്. പ്രതികൾക്കെതിരെ പീഡനം, വഞ്ചന, ഭീഷണിപ്പെടുത്തൽ, മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരുടെ ഫോൺ രേഖകളും ഇമെയിലുകളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ സംഭവം ഉയർത്തുന്ന വലിയൊരു ചോദ്യം ഇന്ത്യൻ IT മേഖലയിലെ പ്രവർത്തന സംസ്കാരത്തെ കുറിച്ചാണ്. നൈറ്റ് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷയുണ്ട്? പോഷ് കമ്മിറ്റികൾ പലപ്പോഴും പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? ഒരു ജീവനക്കാർക്ക് മറ്റൊരാളെ മതം മാറാൻ പ്രേരിപ്പിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? അതിന്റെ അർത്ഥം ആ ഓഫീസിനുള്ളിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് മൗനാനുവാദം നൽകുന്ന ഒരു അന്തരീക്ഷം നിലനിന്നിരുന്നു എന്നാണ്. TCS പോലെ വലിയൊരു കമ്പനിയിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കമ്പനികളുടെ അവസ്ഥ എന്തായിരിക്കും? നിലവിൽ TCS നാസിക് യൂണിറ്റിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജീവനക്കാർക്ക് കൗൺസിലിംഗ് നൽകുകയും പരാതി പരിഹാര സംവിധാനങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. എന്നാൽ പരിക്കേറ്റ വിശ്വാസം വീണ്ടെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ടാറ്റയുടെ ഓഹരി വിപണിയിലെ മൂല്യത്തെ പോലും ഈ വിവാദം ബാധിച്ചിട്ടുണ്ട്. ഒളിവിലുള്ള നിതാ ഖാനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയുമാണ്. അവർ പിടിക്കപ്പെടുന്നതോടെ ഈ കേസിൽ കൂടുതൽ വമ്പൻ സ്രാവുകളുടെ പേരുകൾ പുറത്തു വരുമോ എന്നതാണ് അടുത്തതായി ഉറ്റുനോക്കുന്നത്. അതുതന്നെയാണ് ഇരകളുടെ പ്രതീക്ഷയും. TCS നാസിക് വിവാദം നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. നിങ്ങൾ എവിടെ ജോലി ചെയ്താലും നിങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. ഒട്ടും മടിക്കാതെ പ്രതികരിക്കുക. നിശബ്ദത പ്രതികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വളമാണ്. ഈ കേസിൽ നീതി നടപ്പിലാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് മാപ്രകൾ ചർച്ച ചെയ്തതിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവർ ചർച്ച ചെയ്തോ? ഇല്ല. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? കോർപ്പറേറ്റ് ഓഫീസുകൾ ഇത്തരം അതിക്രമങ്ങൾ തടയാൻ എന്ത് മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.